ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നവി സ്റ്റാർട്സ് മാജിക് യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം നവനീത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തുന്നത്. ഒരുപാട് പേർക്ക് ഡൗട്ട്സും അതേപോലെ കുറേ സന്തോഷമുള്ള വിശേഷങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 മാസമൊന്നുമല്ല, കുറേ മാസമായി തോന്നുന്നില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2 വീഡിയോ ഇട്ടത് എന്തുകൊണ്ട് റിമൂവ് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതെല്ലാം നമുക്ക് ഒരു വീഡിയോയിലൂടെ പറയാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്തത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതെനിക്ക് ഇട്ടപ്പോൾ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സപ്പോസ് നിങ്ങളത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെന്തോ ഒരു ടെക്നിക്കലി പ്രോബ്ലം എനിക്ക് ഷോ ചെയ്തത് കൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത് രണ്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കുറേ പേരുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനാണ്. കുറച്ച് പേര് അബദ്ധം കാണിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് പറയണം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് വന്ന ഒരു കുറേ കമൻസ് ഉണ്ടായിരുന്നു. ആ കമൻസിന് കുറച്ച് റിപ്ലൈ തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നേക്കുന്ന കുറച്ച് കമൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യത്തെ ആൾ ചോദിച്ചിട്ടുള്ളത് രവീന്ദ്രനാഥ് യൂണിവേഴ്സിറ്റി സിലബസ് പഠിച്ചാൽ വാല്യൂ ഉണ്ടോ ബ്രോ എന്നാണ്. എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒരു സ്ഥാപനത്തെ കുറിച്ച് നമുക്കൊരു 100% ആയിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, അത് ആർക്കായാലും അങ്ങനെയാണ്. പക്ഷേ രവീന്ദ്രനാഥ് യൂണിവേഴ്സിറ്റി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വാല്യൂ ഉള്ളത് തന്നെയാണെന്നാണ് തോന്നിയത്. കാരണം MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് MBA MSc എന്നുള്ള കോഴ്സുകളൊക്കെ എടുക്കുമ്പോൾ അതിന് നല്ല വാല്യൂ ഉള്ളതാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ പഠിക്കാവുന്നതാണ്. അത് ഡീറ്റെയിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ടാവും, അവരെ വിളിച്ച് ഡീറ്റെയിൽ ചോദിച്ചിട്ട് മാത്രം ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ കോഴ്സ് 2 ഇയർ പഠിച്ചാൽ നല്ലതാണോ എന്ന് അതേ ആൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് 2 വർഷത്തെ കോഴ്സായിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് കൂടുതൽ കാണാൻ പറ്റിയില്ല, സൈറ്റ് കുറച്ച് ഡിലേ ആയതുകൊണ്ട്. ഓക്കെ, ഞാനത് നോക്കാം കേട്ടോ. അടുത്ത ആൾ ചോദിച്ചിട്ടുണ്ട്, ബ്രോ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണോ എന്ന്. ബ്രോ എനിക്ക് അറിയില്ല, അത് ഞാൻ അവിടെ കമൻറ്റ് റിപ്ലൈ തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ കമൻസിനും അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്ന വ്യക്തിയാണ്. സോ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പേഴ്സണലി എനിക്ക് അറിയില്ല. പേഴ്സണലി ഒരു പ്രോബ്ലം, ഇപ്പോൾ പേഴ്സണലി എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയാമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ പേഴ്സണലി എന്നോട് സംസാരിച്ച കുറേ പേരുണ്ട് കേട്ടോ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇതുപോലെ ഞാൻ ചില സമയത്ത് പ്രതീക്ഷിക്കാതാണ് എനിക്ക് കോൾസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നത്. ഞാനിങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുകയാണ്, നിങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഡൗട്ട്സ് ചോദിക്കണം തോന്നി. അത് നമ്മളെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നു എന്നുള്ള, എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ പറയേണ്ടതെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സേ ഉള്ളൂ. പക്ഷേ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്കിലും പറയാറുണ്ട്. എങ്കിലും എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു തരാറുണ്ട്. ഇപ്പം എനിക്ക് വെയർ ഹൗസിൻ്റെ കാര്യങ്ങൾ വരെ ചോദിച്ചാണ് കോൾസ് വരിക, മെസ്സേജ് വരിക, എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ല, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് പറയാനോ നെഗറ്റീവ് പറയാനോ നമ്മൾ പാടില്ല. അപ്പം ആദ്യം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും, ഇപ്പോൾ IBS ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, ISST തന്നെ നമ്മൾ മെയിൻ ഒരു ഉദാഹരണമാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയുക, ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഡിപ്ലോമ കോഴ്സ്, PG ഡിപ്ലോമ കോഴ്സസ് ആണ്. അതിലും ഭേദം നിങ്ങൾ MHA MBA പോലുള്ള കോഴ്സ് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തന്നെ ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തതാണ്. കാരണം നമുക്ക് ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രിഫർ ചെയ്തോ അവർക്ക് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. ISSTയിൽ ഞാൻ പഠിച്ചത് കൊണ്ടുള്ള ഒരു ഗുണം നിങ്ങളോട് പറഞ്ഞു. നമുക്ക് വളരെയധികം ഫ്രണ്ട്ലി ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, എല്ലാ സ്റ്റാഫുകളായിട്ടായാലും അതേപോലെ തന്നെ അവിടെ നമ്മുടെ കൂട്ടുകാരായിട്ടായാലും. എങ്കിൽ നമുക്ക് പ്ലേസ്മെൻറ്റിൽ നിന്നും വന്നിട്ടുണ്ടായി കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂസിന് പോയിട്ട് തന്നെ നമുക്ക് ഇൻ്റർവ്യൂസ് കിട്ടാതെ പോയി കുറേ അവസരം കാര്യങ്ങളുണ്ട്. ബട്ട് അതെൻ്റെ ചിലപ്പോൾ പേഴ്സണലി എക്സ്പീരിയൻസ് ആയിരിക്കും, എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണെന്ന് ചോദിച്ചതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും കൂടുതൽ MBA MHA പോലുള്ള കോഴ്സ് ചെയ്യാനാണ്. അപ്പം ഇത് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്, കുറേ പേര് എന്നോട് ചോദിച്ചു ബ്രോ എന്തുകൊണ്ടാണ് MBA ചൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ MHA എന്താ എടുക്കാത്തതെന്നും. സത്യത്തിൽ MBA MHA എല്ലാം ഞാൻ നോക്കിയതാണ്. ഞാൻ ഇത്രയും ടൈമിൽ ഈ ഒരു പീരീഡ് ടൈം ഫുള്ളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കുമായിരുന്നു.
അപ്പം ഇപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് പ്ലാൻ എന്താണ്. നെക്സ്റ്റ് പ്ലാൻ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യാനാണ്. പക്ഷേ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് ഏതാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തീർച്ചയായിട്ടും തീരുമാനിക്കുകയാണ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അത് ഇപ്പം എൻ്റെ ഒരു ഓപ്ഷനല്ലേ, എനിക്കതൊരു ഇതായിട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടില്ല. കാരണം എനിക്ക് പാർട്ട് ടൈം ജോലി കൂടി കണ്ടുപിടിക്കണം, പിന്നെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുശേഷമേ എനിക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റൂ. കോഴ്സ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം അത് ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. എനിക്ക് അറിയിക്കുന്നതുകൊണ്ട് മടിയൊന്നുമില്ല. നമ്മൾ കോഴ്സ് പ്രൊമോട്ട് ചെയ്യുകയൊന്നുമല്ല. നമുക്കത് ജെനുവിനായിട്ടൊരു സ്ഥാപനമായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യും. പിന്നെ ഒരുപാട് പേര് ആ പറയുന്ന സമയത്തായിരിക്കും അയ്യോ ബ്രോ അവിടെ പഠിക്കല് ഇത് നെഗറ്റീവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. എല്ലാവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒരുമിച്ച് ഒരിക്കലും പറയത്തില്ല. പലരും പല രീതിയിലാണ് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തത് ബ്രോ ഇപ്പോൾ ISST പഠിക്കാൻ അഡ്മിഷൻ എടുക്കാൻ പോവുക. അപ്പോൾ അത് എടുക്കണോ വേണ്ടായോ? ഞാൻ +2 കഴിഞ്ഞതായി. അപ്പോൾ ഏത് പഠിച്ചിട്ട് എന്തെങ്കിലും യൂസ് കാണുമോ അതോ ഡിഗ്രി എടുത്തിട്ട് എന്തെങ്കിലും പഠിക്കണമാണോ നല്ലതെന്ന് പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ആൾ ഇപ്പം ISST പഠിക്കാൻ പോവുകയാണ്, +2 കഴിഞ്ഞതാണ്. അപ്പോൾ ഡിഗ്രി പഠിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ ആളാണ്, ഇടുക്കിയിൽ നിന്നാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ കുട്ടി ഇടുക്കിയിൽ നിന്നാണ്. എന്നെ വിളിച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തി അയാളാണ്. ഇടുക്കിയിലാണ്, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണമെന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ നോക്കുന്നത്, +2 കഴിഞ്ഞു എന്നാണ് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് ശരിക്കും എനിക്ക് തോന്നുന്നു ആൾ വേറെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കോഴ്സ് വരുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഇപ്പോൾ ഓർമ്മയില്ല, ആരുടെ പേരോ ഒരു കാര്യം ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ എൻ്റെ കൂടെ വേറെ അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ജോലിക്ക് പോകാനും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നേരെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചോളൂ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുമെങ്കിൽ ഡിഗ്രിയും കൂടി എടുക്കാൻ പറ്റും. കാരണം ഡിഗ്രി എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിഗ്രിയോ ഡിപ്ലോമയോ എന്നല്ല ഡിഗ്രിയോ PG ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. ഡിഗ്രി ഇപ്പം ഡിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിഗ്രി ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം. കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ് നമുക്ക് 2 മണിക്കൂറല്ലേ ഉള്ളൂ. എന്നാൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടത്തുന്നവരൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ജെന്യുവൻ ആണ് കേട്ടോ. അങ്ങനെ ക്ലാസ് നടത്തുന്നവരും നമുക്ക് വിശ്വസിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കറിയില്ല, അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും +2 കഴിഞ്ഞതാണെങ്കിൽ താങ്കൾ പഠിച്ചതിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റലൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉള്ള മേഖലയാണ്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ ജോലിക്ക് പോവുക, അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളോട് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ഡിഗ്രി എടുക്കാനാണ്. കാരണം ഡിഗ്രി ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോട് എടുക്കുകയാണെങ്കിൽ ആൾക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസും നല്ലൊരു പോസ്റ്റിലോട്ട് വരാനും ചാൻസ് കൂടുതലാണ്. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എപ്പോഴും വേണ്ട കാര്യമാണ്. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്നോട് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും എന്തുകൊണ്ടാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കും. നമ്മൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ഒരു സ്ഥാപനം, ഇപ്പം ഞാൻ 4 മാസത്തെ കോഴ്സാണ് ISST ചെയ്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 4 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് അവർ പ്രാക്ടിക്കലി നമ്മളെ വിടുമായിരുന്നെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിലെ അറ്റ്മോസ്ഫിയറുമായിട്ട് എന്താണ് കണക്റ്റ് ആവും. എന്നാൽ നമ്മൾ ഡയറക്റ്റ് അവർ പ്ലേസ്മെന്റിലോട്ട് വിടുമ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അവർ പറയും ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മോഡിഫൈ ആവും എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ ആരും എന്നോട് പറഞ്ഞു, 6 മന്ത് ISST പഠിച്ച ഒരു കുട്ടി എന്നോട് പറഞ്ഞു ഞാൻ പ്ലേസ്മെന്റ് വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് തരാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല, ഞങ്ങളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ അന്നേ ചോദിച്ചതാണ്, ഞാൻ സെൽഫായിട്ട് കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പോൾ ഇന്റേൺഷിപ്പ് എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങൾ ISST പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും സെൽഫായിട്ട് പോയി ഹോസ്പിറ്റലിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുക. ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പെയ്ഡ് ഇന്റേൺഷിപ്പ് കയറാതിരിക്കുക എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രീ ഇന്റേൺഷിപ്പ് കിട്ടുന്ന ഒരുപാട് ഹോസ്പിറ്റൽസ് നമ്മൾ നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവർ വേക്കൻസി വരുമ്പോൾ നമ്മളെ വിളിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോലിക്കായിട്ട് പോകാം. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ വേറൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ജോലി എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അതാണ് പറയാനുള്ളത്. ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ട് ISST എക്സാം പാസ്സായി ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് കയറുന്നത്, ഇവർ ഇന്റേൺഷിപ്പ് തരില്ലല്ലോ അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെൽഫായിട്ട് എങ്ങനെയാണ് ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തത് നിങ്ങളോട് പറഞ്ഞു. ഇവർ വിട്ട തന്നെ ഒരു പ്ലേസ്മെന്റ് ഇന്റർവ്യൂവിൽ പോയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ISST എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ അവർ നേരെ തരുന്നത്, ഇനിയിപ്പോൾ ISST കഴിയുമ്പോൾ അവർ നേരെ പ്ലേസ്മെന്റിലോട്ടാണ് തരിക.
പ്ലേസ്മെന്റ് തരുവാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് പോവുക, അറ്റൻഡ് ചെയ്യുക. നമുക്ക് കിട്ടുന്നത് നമ്മുടെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ISST കഴിയുമ്പോൾ തന്നെ ഒരു ഇന്റേൺഷിപ്പ് കയറാൻ നോക്കുക. അവിടെ കയറി ഒന്ന് എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ നമുക്ക് ജോലിക്ക് നോക്കാം. അങ്ങനെയാണ്. ISST പ്ലേസ്മെന്റ് ഈസ് വെരി ബാഡ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്, പേഴ്സണൽ ചോയ്സസ് ആണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയില്ല. പ്ലേസ്മെന്റ് സപ്പോർട്ട് നല്ല രീതിയിൽ അവർ തരുന്നുണ്ട്. ഇപ്പോഴും എനിക്കൊരു പ്ലേസ്മെന്റ് കിട്ടിയിരുന്നു ട്രാവൻകൂർ മെഡിസിറ്റി. പക്ഷേ പ്ലേസ്മെന്റിൽ ഇന്റർവ്യൂവിന് പോയിട്ട് എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് കുറച്ച് ബാഡായിരുന്നു. പക്ഷേ അത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടേ പറയും. എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എൻ്റെ കൂടെ വന്ന 2-3 പയ്യന്മാർക്കും ഈ സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അവർക്ക് 2 പേർക്കും പിന്നെ വേറെ അടുത്ത് പ്ലേസ്മെന്റ് കിട്ടുകയും ചെയ്തു. ഓക്കെ ബ്രോ, വാട്ട് അബൌട്ട് ISST HSC ഡിപ്ലോമ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ബ്രോ. ഡിപ്ലോമ ISSTയുടെ എന്ന് പറയുമ്പോഴും 6 month ആണ് വരുന്നത്. അതിലെ സിലബസ് ടോട്ടലി ഞങ്ങൾ 4 month പഠിച്ച കോഴ്സ് ഇത് തന്നെയാണ്. കാരണം ഞാൻ അവരുടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം ഇത് തന്നെയാണ് വരിക. അപ്പോൾ അതെനിക്ക് അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. മോക്ക് ഇന്റർവ്യൂ കഴിഞ്ഞു, ഇനി TUV എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. വെരി ഗുഡ്. അപ്പോൾ TUV എക്സാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. 12 daysന് മുമ്പ് കമന്റ് ചെയ്തതാണ്. TUV എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമല്ലായിരുന്നോ? TUV എക്സാം ഒക്കെ നല്ല ഇത് തന്നെയാണ്. TUV സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉണ്ട് കേട്ടോ. TUVയുടെ സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉള്ളതാണ്. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണല്ലോ. സോ അതിന് വാല്യൂ ഉള്ളതാണ്. അപ്പോൾ TUV എക്സാം കഴിഞ്ഞ് മോക്ക് ഇന്റർവ്യൂ അവർ തരുന്നുണ്ട്. അതായത് ഇവർ ഈ മോക്ക് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആയിട്ടല്ല, നമ്മളെ കോൾ ചെയ്തിട്ട് നമുക്ക് നമ്മളോട് സംസാരിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് അതൊക്കെ നല്ല ഇതാണ് കേട്ടോ, നല്ല ഹെൽപ്പാണ്. ഓക്കെ, ഞാനിപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സാർ. ISST റീസെൻ്റ്ലി TUV ഉള്ളത് കൊണ്ട് എല്ലാം നല്ലതല്ലേ സാർ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരിക്കലും അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സാർ, ISST നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എന്താ കൊള്ളാമെന്നല്ലേ പറയൂ. നമുക്ക് പേഴ്സണലി ഓരോ എക്സ്പീരിയൻസ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിലൊരു നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ എന്ന് പറയാം. ഇപ്പോൾ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇപ്പം നല്ല പോസിറ്റീവായിട്ട് ഇതുണ്ടായവരുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവർക്കും കുറേ പേർക്ക് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സ്വാഭാവികമായിട്ട് ടെക്നിക്കലി പ്രോബ്ലവും അങ്ങനെയുള്ള ഇഷ്യൂസാണ്, അല്ല വേറെ അവരുടെ ഭാഗത്തു നിന്നുള്ള അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമല്ല. എനിക്ക് ആകെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഇന്റർവ്യൂവിന് പോയപ്പോൾ ഉണ്ടായ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇന്റർവ്യൂവിന് പോയപ്പോൾ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എന്തൊക്കെ മാത്രമുള്ള എക്സ്പീരിയൻസ് അല്ല, എൻ്റെ കൂടെ 2-3 പേരുണ്ടായിരുന്നു. പക്ഷേ ഇത് എപ്പോഴും നമുക്ക് സംഭവിക്കണമെന്നില്ല, വല്ലപ്പോഴും ഒന്ന് ജസ്റ്റ് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത വെയർ ഹൗസ് മാനേജ്മെന്റ് പഠിച്ച സിലബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇടയ്ക്ക് ഒരു ബാഡ് വേർഡാണ് യൂസ് ചെയ്തത്. അത് എനിക്ക് പറയാൻ നമ്മുടെ കൾച്ചർ അവന് അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ ഓക്കെ, വേസ്റ്റ് ഓഫ് മണി ഫ്രം മൈ എക്സ്പീരിയൻസ്. ഓക്കെ, അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഹൈ ബ്രോ, ഗുഡ് എക്സ്പ്ലനേഷൻ അബൌട്ട് HA ഇന്റേൺഷിപ്പ് കോഴ്സ് ബെറ്റർ ഓപ്ഷൻ. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് തന്നെയാണ് കോഴ്സിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് കേട്ടോ. പിന്നെ അടുത്ത ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജോലി മതിയെങ്കിൽ ഈ കോഴ്സ് ചെയ്യാം, ചെറിയൊരു ജോലി മതിയെങ്കിൽ ഇത് ചെയ്യാം. ബില്ലിംഗ് എക്സിക്യൂട്ടീവ്, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, പോസ്റ്റ് സാലറി 10 to 50K ആണ്. നിങ്ങൾ കരിയറിന് PG ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വലിയൊരു കമൻ്റ് ആയിരുന്നു അത്. ആളെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്ന ആളെ MH ചെയ്ത ആളാണ്. എനിക്ക് തോന്നുന്നു കേരള ഹെൽത്തിൻ്റെ എന്തോ KUHS അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര്. അതിൽ തന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് അറിയുന്നത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇതിങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം തന്നെ. പക്ഷെ ഞാൻ എൻ്റെ ഫീസൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല ഫീസുണ്ട്, 2 lakh ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഫീസിന് പെട്ടെന്ന് അത്രയും എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നോക്കാത്തത്. പക്ഷേ എനിക്കതാണ് ബെറ്റർ ഓപ്ഷൻ അതാണ്. പിന്നെ MBA ഉണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കോൾ വന്നായിരുന്നു. അത് ഞാനിങ്ങനെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അത് ഓൺലൈനായിരുന്നു. പക്ഷേ അത് 1 lakh ആണ് അതിൻ്റെ ഫീസ് വരുമൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിലും നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ജോലി ചെയ്തിട്ടേ നമ്മൾ പഠിക്കുന്നുള്ളൂ എന്ന തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ അതിനും നോ ചാൻസ്, അതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് ഇതിപ്പോൾ ISST പഠിക്കുന്നവരെന്നല്ല, ഏത് കോഴ്സ് പഠിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ഒരു ജോബ് ചെയ്യുക. കാരണം വർക്ക് ചെയ്ത് നമ്മുടെ പൈസ തന്നെ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ വേറെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ പറഞ്ഞ ആൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു അത് കേട്ടോ. താങ്ക് യു സോ മച്ച്. ആ പറഞ്ഞ ആളുടെ പേര് രേഷ്മ. താങ്ക് യു സോ മച്ച് രേഷ്മ. വാട്ട് ഈസ് ISST എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ISST എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ വെയർ ഹൗസ് മാനേജ്മെന്റിന്റെ ഒക്കെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർക്ക് ഓഫ്ലൈൻ ഇല്ല, ഓൺലൈനായിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സംഭവം. ബ്രോ, എൻ്റെ ഫ്രണ്ട് എനിക്ക് ഈ കോഴ്സ് സജസ്റ്റ് ചെയ്തു, ബട്ട് എനിക്ക് ഈ കോഴ്സ് പറ്റി അറിയില്ല. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചിട്ട് ഉപയോഗമുണ്ട്. ഈ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് നല്ല വാല്യൂ ഉള്ളതാണ് ബ്രോ. പക്ഷെ അത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാക്സിമം പഠിക്കാൻ നോക്കുക, പഠിക്കാതിരിക്കാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ MBA MSA പോലുള്ള കോഴ്സുകൾ നമ്മൾ അങ്ങനത്തെ കോളേജുകൾ അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ചേരാൻ നോക്കുക. പക്ഷെ ഒട്ടും പറ്റുന്നില്ലെങ്കിലും മാത്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുക. പക്ഷെ അത് സർട്ടിഫിക്കറ്റിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടേ ജോയിൻ ചെയ്യാവൂ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു കസിൻ ഡാറ്റ അനലിസ്റ്റ് ആണ്, എൻ്റെ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ മീഡിയ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ വാല്യൂ ഉണ്ടോ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കുന്നത്. സോ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ കോഴ്സിനും ജോയിൻ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഒന്നും കണ്ടെത്തി വന്നേക്കുന്നതിലും എനിക്കൊരു സർട്ടിഫിക്കറ്റിന് വളരെയധികം വാല്യൂ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. ബട്ട് ഞാനത് ഉറപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ PG ഡിപ്ലോമയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിപ്ലോമയും PG ഡിപ്ലോമയും ഉണ്ട്. ഡിപ്ലോമ 6 month ആണ്, PG ഡിപ്ലോമ 6 month കോഴ്സും 6 month ഇന്റേൺഷിപ്പുമായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കാഡമിയുടെ പേര് ഞാൻ നോക്കിയിട്ട് പറയാം, ഞാനതൊന്ന് കൺഫേം ആയിട്ട് മാത്രം നിങ്ങളോട് പറയാം. ഓക്കെ, ഇത് മാർക്കറ്റിംഗ് ഒന്നും അല്ല കേട്ടോ, അതാരും വിചാരിക്കല്ലേ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. നമുക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരുപോലൊക്കെ തന്നെയാണ്. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ISST അപേക്ഷിച്ച് ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു ഗുണം, എല്ലാവരും ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചെറിയൊരു ഇന്റേൺഷിപ്പ് ആണെങ്കിൽ തന്നെ നമുക്ക് ആ അറ്റ്മോസ്ഫിയറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്തത്, ലോജിസ്റ്റിക്സ് ചെയ്യാൻ ആരെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലോജിസ്റ്റിക്സ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടല്ലോ. അത് അതിൽ കമൻറ്റ് ഇല്ലെന്നാണ് തോന്നുന്നത്, ആരും ചെയ്തിട്ടില്ല. പിന്നെ ഓക്കെ, ഫാർമസി ഇൻകം കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെന്റ്, അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ ഉത്തരവായിരുന്നു. പിന്നെ ഒരു കുട്ടി അതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞേക്കുന്നത്, ആരും ISST പോയി പെടല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. പിന്നെ ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അവോധയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും പ്രിഫർ ചെയ്ത് പറയാൻ കഴിയത്തില്ല. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നതെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കൽ നോളജ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെ ആയാലും ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെ കൊല്ലം TVM ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൊല്ലം TVM ഒക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഡയറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ സൈറ്റിൽ കയറി നോക്കുക. അപ്പം ജസ്റ്റ് TVM കൊല്ലം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കൊടുത്താൽ തന്നെ ഡീറ്റെയിൽസ് വരും. അതിൽ വിളിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ജെനുവിൻ ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവും. സോ അങ്ങനെ നോക്കുക. പിന്നെ യൂട്യൂബിലൊക്കെ കയറി, പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ യൂട്യൂബിൽ കയറുന്ന കുട്ടികൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, യൂട്യൂബിൽ കയറിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടിട്ട് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. കാരണം ഞാൻ എൻ്റെ വീഡിയോ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ ബാച്ചിലുള്ളവരും എല്ലാവർക്കും ഒന്നും ഒരേ രീതിയിലല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഞാൻ പോയിട്ട് എനിക്ക് 2-3 ഇൻ്റർവ്യൂസ് പോയിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് പോയിട്ട് അവിടെ ഇൻ്റർവ്യൂ ഇല്ലാതെ തിരിച്ചു വരേണ്ടി വന്ന അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാനും വേറെ 2 കൂട്ടുകാരും ഉള്ള സമയത്താണ് ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഉണ്ടായത്. ഓക്കെ, പക്ഷേ എപ്പോഴും ഒരേപോലെ അല്ല നമുക്ക് ഇത് വരുന്നത്. ചില സമയത്ത് നമുക്ക് എല്ലാം യൂസ്ഫുൾ ആയിട്ടാണ് വരിക, യൂസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. സോ ആരും അതുകൊണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. കാരണം നമ്മൾ തന്നെ, ഞാൻ തന്നെ ഇപ്പോൾ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയാൻ വേണ്ടി യൂട്യൂബിൽ നോക്കുമ്പോൾ അതിന് താഴെ നെഗറ്റീവ് കമൻസ് ഉണ്ടാകത്തുള്ളൂ. അതിൽ പഠിച്ചിട്ട് കാശ് പോയി, ഇങ്ങനെ പോയി എന്നൊക്കെ പറയാം. മിക്ക കുട്ടികളും +2 ഡിഗ്രി കഴിഞ്ഞവരാണ്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെന്റിൽ കിട്ടുന്നില്ല എങ്കിൽ ഉറപ്പാണ് നിങ്ങളത് ഇന്റേൺഷിപ്പ് കൂടി ചെയ്തിട്ട് പ്ലേസ്മെന്റ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ സപ്പോസ് അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറയും. പക്ഷേ ഇന്റേൺഷിപ്പ് ചെയ്യാതെ തന്നെ പ്ലേസ്മെന്റ് വേണമെന്ന്, പ്ലേസ്മെന്റ് കിട്ടുന്നില്ല എന്ന് പറയുവാണ്, ഈവൻ ISSTയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം നിങ്ങളൊരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സപ്പോസ് ആ ഹോസ്പിറ്റലിലേക്ക്, ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെടുക്കും. നമ്മൾ നല്ല ആക്റ്റീവായിട്ട് അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, ഇന്റർവ്യൂ മലയാളത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്റർവ്യൂ മലയാളത്തിലാണ്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആണ് നോർമലി അവർ ചോദിക്കുക, യൂസ് ചെയ്യുന്നത്. കാരണം മലയാളികളാണല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി ഹൈ ലെവലായിട്ടുള്ള ഹോസ്പിറ്റൽ, ഇപ്പോൾ രാജഗിരി, എനിക്കറിയില്ല, രാജഗിരി, ആസ്റ്ററൊക്കെ ഇന്റർവ്യൂ ഇംഗ്ലീഷിലാണെന്നാണ് കേട്ടിട്ടുള്ളത്. ISST ഇന്റേൺഷിപ്പ് ഇല്ലല്ലോ 6 month കോഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതില്ല, അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് പേഴ്സണലി, ഞാൻ സെൽഫായിട്ടാണ്. അത് അവർ വിട്ട ഒരു പ്ലേസ്മെന്റിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ ലാസ്റ്റ് അറിയിക്കാം. അതിനുള്ള ഇപ്പോഴേ ഞാൻ അതിനൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അന്നുണ്ടായ സംഭവങ്ങളും കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും കേട്ടോ.
പിന്നെ ബ്രോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണോ BSc ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ആണോ ബെറ്റർ, ഗൾഫ് കൺട്രിയിൽ ഏതാണ് പഠിച്ചത് നല്ലത്? അത് പറയുകയാണെങ്കിൽ പാരാമെഡിക്കലിലെ കോഴ്സുകളെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, ലാബ് ടെക്നീഷ്യൻ ആയാലും റേഡിയോളജി ആയാലും ഡയാലിസിസ് ടെക്നീഷ്യൻ, ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് പെട്ടെന്ന് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് അത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കരിയർ കൊണ്ടുപോകും. കാരണം പുറത്തേക്ക് നല്ല ചാൻസ് ഉള്ളതാണ്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വരെ പുറത്തേക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് എന്തിനാ ബ്രോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് നോക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് എന്നോട് നമ്പർ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓക്കെ, ഇത്രയുള്ളായിരുന്നു കമൻസ്. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും പേരെ എൻക്വയറീസ്. ഇത് മാത്രമല്ല, എനിക്കിത് കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു, യൂട്യൂബിൽ വന്നു. ഇപ്പം എനിക്ക് പേഴ്സണലി വന്ന ഒരു വാട്സപ്പിൽ ഒരാൾ വന്നത് UAE ഇരുന്ന ഒരാളാണ്. ലുലുവിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്രദറാണ്. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചത് വെയർ ഹൗസിനെ കുറിച്ചാണ്. അപ്പം എനിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ വെയർ ഹൗസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ആളെ ഓൺലൈനായിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ISST തന്നെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ISST തന്നെ നോക്കുക. ISST പഠിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് അവിടെ ലുലുവിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്, UAE ലുലുവിലാണ്. അപ്പം എനിക്ക് അവിടുത്തെ ലേബർ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. കാരണം നമ്മൾ ഈ ഒരു നമുക്കറിയില്ലല്ലോ, നമ്മൾ എങ്ങനെയാണ് അവിടുത്തെ, അവർക്കേ കൂടുതൽ അറിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ബ്രോയ്ക്ക് എന്താണ് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ അത് പഠിച്ച ശേഷം അവിടേക്ക് തന്നെ ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇവർ പ്ലേസ്മെന്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ISSTക്കാർ പ്ലേസ്മെന്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലുലുവിൽ വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം ആ എക്സ്പീരിയൻസ് നമുക്ക് വെയർ ഹൗസിലേക്ക് കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ മതി. കാരണം ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ വെയർ ഹൗസിലൊക്കെ ഒന്ന് പോയി കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അവർ മിസ് ലുലുവിലായതുകൊണ്ട്. അപ്പോൾ അവരെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന ആൾക്ക്. അപ്പോൾ ആള് എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ വേറെ കുറേ പേര്, ഒരുപാട് പേര് തപ്പി ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മെസ്സേജ് അയക്കാം, അതിനൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് എന്താണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് തന്നെ ഡിപ്ലോമ ഓർ PG ഡിപ്ലോമ. ഞാൻ എപ്പോഴും PG ഡിപ്ലോമയെ നോക്കും. കാരണം ഞാൻ PG കാരനാണല്ലോ, ഓൾമോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അതിൻ്റെ കൂടെ PG ഡിപ്ലോമയാണ് ഞാൻ നോക്കുന്നത്. PG ഡിപ്ലോമയുടെ ഫീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് വലിഞ്ഞു നിൽക്കുന്നത്. ചിലപ്പോൾ ഡിപ്ലോമ ഏതാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നി ഞാനത് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ ഇന്റേൺഷിപ്പ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്താ പറയുക, ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്ലേസ്മെന്റും തരുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം കൂടിയാണ്. സോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം മഴ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് പ്രേ ഫോർ അർജുൻ. നമുക്കറിയാം, നമ്മുടെ ഒരു സഹോദരൻ, നമ്മൾ ഇതുവരെ നേരിട്ട് കാണാത്ത ഒരു വ്യക്തിയാണ് അർജുൻ എന്ന് പറയുന്ന ഈവൻ ഒരു ലോറി ഡ്രൈവറിന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹോദരനും മകനും അച്ഛനും, മീൻസ് ഒരുപാട് പേർക്ക് മാമൻ, അർജുൻ മാമൻ വന്നോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ എങ്ങനെ തിരിച്ച് കിട്ടണേ. നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം, അദ്ദേഹത്തെ തിരിച്ച് കിട്ടട്ടെ എന്ന് തന്നെ. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഞാനും അതിൻ്റെ മുമ്പിലായിരുന്നു, TV-യുടെ മുമ്പിൽ ഇതൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നതൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നല്ല സങ്കടമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സഹോദരൻ തന്നെ ഇപ്പം ചെറുപ്പക്കാരനാണ്, 36 എനിക്കൊന്ന് അത്ര വയസ്സേ ഉള്ളെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു 22 മിനിറ്റ് ആയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ കമൻസിനുള്ള റിപ്ലൈ ആണ് തന്നത്. പിന്നെ എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സബ്സ്ക്രൈബറായിട്ടുള്ള ആളുടെ പേര് ജിസ്ന മലപ്പുറത്തു നിന്നാണ്. ആള് ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ഒരു ഹോസ്പിറ്റലിൽ സ്കാനിങ് സെന്ററിലാണ്. ഹോസ്പിറ്റലിൽ തന്നെ സ്കാനിങ് സെന്റേഴ്സ് ഉണ്ടല്ലോ, അവിടെ ജോലി കയറി. അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ISST ത്രൂ ആണ് ഇന്റർവ്യൂവിന് പോയത്. പക്ഷേ അങ്ങനെ പോയിട്ട് ആൾ ഫൈനലൈസ് വരെ ആയിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റ് ആയിട്ടും ഫൈനലൈസ് അയാളെ വിളിച്ചില്ല. ആൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് പോലും ആളെ വിളിച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് സെൽഫായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ആൾ ഡാറ്റ എൻട്രി പഠിച്ചിട്ടുണ്ട്, ഡിപ്ലോമ ചെയ്ത ആളാണ്, സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ആൾ എനിക്ക് മെസ്സേജ്, നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കിട്ടിയെന്ന് പറഞ്ഞു. നല്ല പണിയാന്ന് പറയുന്നുണ്ട്, നല്ലപോലെ പാടാണ്, ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് നോർമലി ശീലമാവും. കാരണം ഒരു 6 മാസമൊക്കെ നിന്ന് അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നിന്ന് കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ആവും. അതുകൊണ്ട് പിടിച്ച് നിൽക്കാൻ ഞാൻ എങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് വന്ന ഒരു അബദ്ധം നിങ്ങൾക്ക് ആർക്കും വരില്ല. കാരണം നമുക്കൊക്കെ പിടിച്ച് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ISSTന്ന് ഡയറക്റ്റ് പോയത് ഞാൻ ഹോസ്പിറ്റലിലോട്ട് ജോലിക്കായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ ആ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഞാൻ മാനേജ് ചെയ്തത്. പിന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തപ്പോൾ ആ പ്രശ്നമൊക്കെ സോൾവ് ആയി. ഇതാണ് എൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇന്ന് നമ്മൾ
വീഡിയോ ചുരുക്കമാണ്. ഇപ്പോൾ ഒരു 23 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് വീഡിയോ ഏകദേശം. അപ്പോൾ എന്താണ്, എല്ലാവരും സന്തോഷമായിരിക്കുക, സേഫായിട്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അതേപോലെ ശ്രീവിദ്യ സന്തോഷ് മാമിൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്താം പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ പാർട്ട് ടൈം ജോലിയുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ജോബിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേരള നോളജ് എക്കണോമിക് മിഷൻ എന്ന് പറഞ്ഞൊരു ആപ്പിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാനിങ് ഉണ്ട്. അത് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ലോഗിൻ ചെയ്യേണ്ടത്, അതിലെങ്ങനെ ജോബ് അപ്ലൈ ചെയ്യണം. അതിനകത്ത് വഴി എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഓക്കെ, ഇപ്പം നാളെ ഞാൻ ഒരെണ്ണത്തിൽ കയറിയിട്ടുണ്ട്, ഒരു വർക്ക് ഫ്രം ഹോം ആണ്. തൽക്കാലത്തേക്ക് നമുക്കൊരു കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ എൻ്റെ ഒരു സ്റ്റോറി സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ പ്രതിലിപി എന്ന് പറഞ്ഞ ആപ്പിൽ എഴുതുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി ഒരാൾ ഓഡിയോ ബുക്കായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങളെല്ലാവരും പഠിക്കാനുള്ളവരാണെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് മാത്രമല്ല എക്സ്പീരിയൻസ് മാക്സിമം കൊണ്ടുവരാൻ നിങ്ങൾ നോക്കുക. അതാണ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് മനസ്സിലാക്കുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സെറ്റ്, നമുക്ക് എവിടെ വേണമെങ്കിലും നല്ലൊരു ജോലി കിട്ടും. നമുക്ക് പിന്നെ ഒരു കോൺഫിഡൻസും ഉണ്ടായാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നേരത്തെയുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണണം. പുതുതായിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തുള്ള ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനോടും പറയാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ. എൻ്റെ നമ്പർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും പ്രൊഫൈലും ഫേസ്ബുക്ക് പ്രൊഫൈലും അതേപോലെ എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ സമയം പോലെ റിപ്ലൈ തരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ എല്ലാവരെയും സപ്പോർട്ടിന് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.